മറ്റൊന്നെനിക്ക് പറയാനുള്ളത്, ഈ കല എന്ന് പറയുന്നത് സമൂഹത്തെ, മനുഷ്യരെ ഒരുമിപ്പിക്കുന്നതാണ്. അതിൽ ലോകത്തെ ഒരുമിപ്പിക്കുന്നതാണ്. അതൊരിക്കലും ഒരു ഭിന്നിപ്പിൻ്റെ തലത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു പകയുടെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒന്നും പ്രചാരകരായി കലയും കലാസൃഷ്ടികളും കലാപ്രവർത്തകരും ഒന്നും മാറാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾ കൂടിയാണ് ഞാൻ. അപ്പോൾ ഒരു ഔചിത്യം എന്ന് പറയുന്നത് കലാപ്രവർത്തകരുടെ ഭാഗത്തും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മളൊരു കലാസൃഷ്ടി ചെയ്യുമ്പോൾ ഈ കല കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ ജനസമൂഹത്തെയാണെന്നും ആ ജനസമൂഹത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള സൃഷ്ടികൾ, അത് നമ്മുടെ ഒരു ഔചിത്യം. ആ കാര്യത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം അതിരുകളില്ലാതെ വേണമെന്ന് പറയുമ്പോൾ പോലും ഒരു ഔചിത്യം ആ കാര്യത്തിൽ തീർച്ചയായിട്ടും പുലർത്തേണ്ടതുണ്ട്. അല്ല, അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇപ്പോൾ ഒരാൾ ഖേദം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന അതും അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള ഒരു മൗലിക സ്വാതന്ത്ര്യങ്ങൾ പെടുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അല്ല, ഞാനതാണ് പറഞ്ഞത്, സിനിമയെ സിനിമയായി കാണാൻ അങ്ങനെ കഴിഞ്ഞിട്ടുള്ള ഒരു സമൂഹമല്ലേ നമുക്ക് ഇവിടെ ഉള്ളത്. കേരളത്തിൽ നമ്മൾ എത്രയോ സിനിമകൾ, മുമ്പ് നിർമാല്യം എന്ന് പറയുന്ന സിനിമ, നമ്മൾ ഇന്നത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെയൊക്കെയുള്ളൊരു സിനിമയെക്കുറിച്ച് ചിന്തിക്കാനാകുമോ? കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ, കാശ്മീർ ഫയൽ പോലുള്ള സിനിമകളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചപ്പോഴും അതിനെതിരെ എന്താണ് അതൊക്കെ ഒരു കലാസൃഷ്ടി അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റിൽ തന്നെയാണ് നമ്മുടെ സമൂഹം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മാത്രം എന്താണ് ഇങ്ങനെ? അപ്പോൾ ചിലർക്കൊക്കെ താല്പര്യമുള്ള അല്ലെങ്കിൽ ചിലരുടെ അജണ്ടകൾക്ക് അനുസൃതമായ ചില വിഷയങ്ങൾ വരുമ്പോൾ അതിനോട് ഒരു വലിയ സഹിഷ്ണുത കാണിക്കുകയും അല്ലാത്തതിനോട് ഒരു അസഹിഷ്ണുത കാണിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഇരട്ടത്താപ്പ് കൂടിയാണ് ആ കാര്യം.